സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് വൃക്കയിലെ കല്ലുകളെക്കുറിച്ചാണ്. അതെ, പ്രത്യേകിച്ച് ഈ കാൽസ്യം ഓക്സലേറ്റ് കല്ലുകൾ. ഇത് എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇത് വരാറുണ്ട്, ചിലപ്പോൾ ആവർത്തിച്ചും വരും. ശരിയാണ്. നമ്മുടെ കയ്യിലുള്ളത് ഡോക്ടർ അഖിൽ വർഗീസിന്റെ ഒരു ഗൈഡാണ്. അദ്ദേഹം ഹോമിയോപ്പതി, പിന്നെ ന്യൂട്രിഷൻ, വെൽനസ് ഈ മേഖലകളിലൊക്കെ ഒരു 5 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ആളാണ്. BHMS, MSCD, FSM, CFN യോഗ്യതകളൊക്കെ ഉള്ള ആളാണ്. അതെ. അപ്പോൾ ഈ ഗൈഡിലെ പ്രധാനപ്പെട്ട നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണത്തിലും ജീവിതശൈലിയിലും വരുത്തുന്ന മാറ്റങ്ങൾ, അല്ലേ? തീർച്ചയായും. പക്ഷെ എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഈ പറയുന്ന കാര്യങ്ങൾ പൊതുവായ നിർദ്ദേശങ്ങളാണ്. നിങ്ങൾക്കെന്തെങ്കിലും ആരോഗ്യപ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കിഡ്നിയുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ ഏതൊരു മാറ്റം വരുത്തുന്നതിനു മുൻപും ഉറപ്പായും നിങ്ങളുടെ ഡോക്ടറെ കാണണം. അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യനെ. അതെ, അവരുമായി സംസാരിക്കണം. കാരണം നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട വ്യക്തിപരമായ ഉപദേശം തരാൻ അവർക്കേ പറ്റൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ശരി, നമുക്ക് ഡോക്ടർ വർഗീസിന്റെ ഗൈഡിലെ അടിസ്ഥാനശിലയിലേക്ക് കടക്കാം. വെള്ളം കുടി. അതെ, ധാരാളം വെള്ളം കുടിക്കുക. ഇതാണല്ലോ എപ്പോഴും കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിത്ര നിർണായകമാകുന്നത്? കാരണം വളരെ ലളിതമാണ്. നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് മൂത്രം നേർപ്പിക്കുക, അതായത് ഡൈല്യൂട്ട് ചെയ്യുക. ഓക്കേ. മൂത്രത്തിൽ വെള്ളത്തിന്റെ അംശം കൂടുതലാണെങ്കിൽ ഈ കല്ലുകളായി മാറാൻ സാധ്യതയുള്ള സാധനങ്ങളുണ്ടല്ലോ, കാൽസ്യം ഓക്സലേറ്റ് പോലുള്ളവ, ധാതുക്കൾ. അതെ, ഈ ധാതുക്കൾക്ക് ഒന്നിച്ചു ചേർന്ന് ക്രിസ്റ്റലുകളായി വളരാൻ പറ്റില്ല, സാധ്യത കുറയും. വെള്ളം കുറഞ്ഞാലോ? വെള്ളം കുറഞ്ഞാൽ ഇവയെല്ലാം ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആവും, സാന്ദ്രീകരിക്കപ്പെടും. അപ്പോ കല്ലുണ്ടാകാനുള്ള സാധ്യത കൂടും. വളരെ സിമ്പിൾ. അപ്പോ എത്ര അളവിൽ കുടിക്കണം? അളവ് പ്രധാനമാണല്ലോ. ഗൈഡ് പറയുന്നതൊരു ദിവസം ഏകദേശം 2.5 മുതൽ 3 ലിറ്റർ വരെ ദ്രാവകങ്ങൾ കുടിക്കണമെന്നാണ്. 2.5 തൊട്ട് 3 ലിറ്റർ. ലക്ഷ്യം എന്തായിരിക്കണം? 24 മണിക്കൂറിനുള്ളിൽ ഒരു ഏതാണ്ട് 2 മുതൽ 2.5 ലിറ്റർ വരെ ഇളം മഞ്ഞ നിറത്തിലുള്ള നല്ല തെളിഞ്ഞ മൂത്രം പുറത്തുവിടുക. മൂത്രത്തിന്റെ നിറം ഒരു സൂചകമാണല്ലേ? തീർച്ചയായും, നല്ല സൂചകമാണ്. കടും മഞ്ഞ നിറമാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്ന് തന്നെയാണ്. ശരി. എന്തൊക്കെ കുടിക്കാം? വെറും വെള്ളം മതിയോ? ശുദ്ധജലം തന്നെയാണ് ഏറ്റവും നല്ലത്, അതിൽ സംശയമില്ല. ഓക്കെ. പക്ഷെ അതോടൊപ്പം നാരങ്ങാവെള്ളം, പിന്നെ മൊസംബി ജ്യൂസ്. വീട്ടിലുണ്ടാക്കിയത്? അതെ, വീട്ടിലുണ്ടാക്കിയത്, പഞ്ചസാര അധികം ചേർക്കാത്തത്. ഇതൊക്കെ വളരെ നല്ലതാണ്. കാരണം ഇതിലൊരു ഘടകമുണ്ട്, സിട്രേറ്റ് എന്ന് പറയും. സിട്രേറ്റ്? അതെ, ഈ സിട്രസ് പഴങ്ങളിലുള്ള സിട്രേറ്റ്. ഇത് മൂത്രത്തിലെ കാൽസ്യവുമായിട്ട് ചേരും. അപ്പോൾ ഈ കാൽസ്യം ഓക്സലേറ്റ് കല്ലുകൾ ഉണ്ടാകുന്നതിന് ഇത് തടയാൻ സഹായിക്കും. ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ പോലെ. അപ്പോൾ ദിവസവും വെള്ളത്തിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതാണല്ലേ? നല്ല ശീലമാണ്. എന്നാൽ ചിലതൊക്കെ ഒഴിവാക്കണമെന്നും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. മധുരം ഒരുപാട് ചേർത്ത പാനീയങ്ങൾ, സോഡകൾ, എനർജി ഡ്രിങ്കുകൾ അതൊക്കെ കഴിവതും ഒഴിവാക്കുക. പിന്നെ ചായയോ? കട്ടൻ ചായ, ഐസ് ടീ ഒക്കെ കൂടിയ അളവിൽ വേണ്ട. കാരണം ചായയിൽ ഓക്സലേറ്റിന്റെ അളവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് മിതമാക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ വെള്ളത്തിന്റെ പ്രാധാന്യം വ്യക്തമായി. ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് വരാം. ഇവിടെയാണ് പലർക്കും ഈ കൺഫ്യൂഷനൊക്കെ വരുന്നത്. ശരിയാണ്. ഡോക്ടർ വർഗീസിന്റെ ഗൈഡ് പറയുന്നത് പോലെ കടുത്ത നിയന്ത്രണമല്ല, ഒരു ബാലൻസാണ് പ്രധാനം, അല്ലേ? തീർച്ചയായും. ആളുകൾ പലപ്പോഴും സ്വയം ചില ഭക്ഷണങ്ങളങ്ങ് നിർത്തും. അതല്ല വേണ്ടത്. അതിൽ തന്നെ ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധാരണ കാൽസ്യത്തെക്കുറിച്ചാണ്. കാൽസ്യം കല്ലുകളെന്ന് കേൾക്കുമ്പോഴേ ആളുകൾ വിചാരിക്കും ആഹാരത്തിലെ കാൽസ്യം കുറയ്ക്കണമെന്ന്. അതെ, അത് സാധാരണ കേൾക്കുന്നതാണ്. പക്ഷേ ഗൈഡ് പറയുന്നത് നേരെ തിരിച്ചാണ്. ഭക്ഷണത്തിലെ കാൽസ്യം കല്ലുകളെ തടയാൻ സഹായിക്കും എന്ന്. ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? കുറച്ച് ആശയക്കുഴപ്പമുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ അതിന്റെ പിന്നിലെ കാര്യം രസകരമാണ്. നമ്മൾ കാൽസ്യമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആ കാൽസ്യം നമ്മുടെ ദഹനവ്യവസ്ഥയിൽ വെച്ച് തന്നെ ഭക്ഷണത്തിലെ വേറൊരു സാധനവുമായിട്ട് ചേരും, ഓക്സലേറ്റ്. ആ ഓക്സലേറ്റുമായിട്ട്? അതെ. ഇവ രണ്ടും നമ്മുടെ കുടലിൽ വെച്ച് ഒന്നിക്കുമ്പോൾ ഈ ഓക്സലേറ്റ് രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നത് കുറയും, ആഗിരണം ചെയ്യുന്നത് കുറയും. അതെ. അപ്പോ രക്തത്തിൽ ഓക്സലേറ്റ് കുറഞ്ഞാൽ കിഡ്നി വഴി മൂത്രത്തിലെത്തുന്ന ഓക്സലേറ്റിന്റെ അളവും കുറയും. ഓക്കേ. ഇനി കാൽസ്യം കുറവാണെങ്കിലോ? ഭക്ഷണത്തിലെ കാൽസ്യം ഇല്ലെങ്കിൽ അപ്പോൾ ഈ ഓക്സലേറ്റ് ഫ്രീ ആയിട്ട് രക്തത്തിലേക്ക് കയറും, എന്നിട്ട് മൂത്രത്തിലെത്തും. അവിടെയുള്ള കാൽസ്യവുമായിട്ട് ചേർന്ന് കല്ലുണ്ടാകാനുള്ള സാധ്യത കൂടും.
അപ്പോൾ കാൽഷ്യം കുറയ്ക്കരുത്, ആവശ്യത്തിന് കഴിക്കണം. അതാണ് കാര്യം. എവിടെ നിന്നാണ് ഈ കാൽഷ്യം കിട്ടുക? ടാബ്ലറ്റ് കഴിക്കണോ? ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രം സപ്ലിമെന്റ് കഴിക്കുക. അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. എത്ര വേണം ഒരു ദിവസം? മുതിർന്ന ഒരാൾക്ക് ഒരു ദിവസം ഏകദേശം 1000 മുതൽ 1200 മില്ലിഗ്രാം വരെ കാൽസ്യം വേണം. ഓക്കെ. എന്തിലൊക്കെയാണ് ഇത് കൂടുതലുള്ളത്? പാല്, തൈര്, യോഗേർട്ട്, ചീസ്, പിന്നെ മത്തി പോലുള്ള ചെറിയ മീനുകളില്ലേ, മുള്ളോടുകൂടി കഴിക്കുന്നത്. ആ, ശരിയാണ്. പിന്നെ ബദാം, പിന്നെ കാൽഷ്യം ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സോയ മിൽക്ക്, ടോഫു, ഇതിലൊക്കെ കാൽസ്യമുണ്ട്. നേരത്തെ പറഞ്ഞ ഓക്സലേറ്റുമായി ബന്ധിപ്പിച്ച് എന്തെങ്കിലും ടിപ്പുണ്ടോ പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നത്? നല്ല ചോദ്യമാണ്. അതായത് ഓക്സലേറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ കാൽഷ്യമുള്ള എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് ഇപ്പോ ചീര കഴിക്കുകയാണെന്ന് വെക്കാം. ചീരയിൽ ഓക്സലേറ്റ് കൂടുതലാണ്. അതിന്റെ കൂടെ കുറച്ച് പനീറോ അല്ലെങ്കിൽ തൈരോ ചേർത്ത് കഴിക്കാം. ഓക്കേ. അല്ലെങ്കിൽ നട്ട്സ്, ബദാം, കശുവണ്ടിയൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയോ തൈര് കഴിക്കുകയോ ചെയ്യാം. അപ്പോൾ അത് കുടലിൽ വെച്ച് തന്നെ ബൈൻഡായി പൊക്കോളും. അതെ, ഒരു പരിധിവരെ അത് പുറന്തള്ളപ്പെടാൻ സഹായിക്കും, രക്തത്തിലെത്തുന്നത് കുറയ്ക്കും. ഓക്കെ. ഓക്സലേറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. കാൽസ്യം ഓക്സലേറ്റ് കല്ലുകളാണല്ലോ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോ ഈ ഓക്സലേറ്റ് കൂടുതലുള്ള ചീര, ബീട്രൂട്ട്, നട്ട്സ്, ഡാർക്ക് ചോക്ലേറ്റ്, ചായ ഇതൊക്കെ നിർത്തണോ? വേണ്ട വേണ്ട. അതാണ് അടുത്ത പോയിന്റ്. ഈ ഭക്ഷണങ്ങൾക്കൊക്കെ വേറെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. ശരിയാണ്. മായി ഉപയോഗിക്കുക, അളവ് ശ്രദ്ധിക്കുക. കാൽഷ്യമായി ചേർത്ത് കഴിക്കുക. അതെ. പിന്നെ വേറൊരു കാര്യം ഗൈഡിൽ പറയുന്നത്, ഈ ഓക്സലേറ്റ് കൂടിയ ഇലക്കറികള്, ഇപ്പൊ ചീരയൊക്കെ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞാല് അതിലെ ഓക്സലേറ്റിന്റെ അളവ് കുറേയധികം കുറയുമത്രേ. ഓ, അത് നല്ലൊരു ടിപ്പാണല്ലോ. തിളപ്പിച്ച് വെള്ളം കളയുക. അതെ. ശരി. അപ്പോ കാൽഷ്യം വേണം, ഓക്സലേറ്റ് മിതമായി മതി. ഇനി അടുത്തത്, ഇത് കുറയ്ക്കണമെന്ന് പറയുന്നൊരു സാധനം, സോഡിയം, ഉപ്പ്. ഇത് വളരെ പ്രധാനം. ഡോക്ടർ വർഗീസ് ഇത് നന്നായി ഊന്നി പറയുന്നുണ്ട്. ഇത് പലരും ശ്രദ്ധിക്കാറില്ല, അല്ലേ? ശരിയാണ്. ഉപ്പ് നമ്മൾ കൂടുതൽ കഴിച്ചാല് അത് കിഡ്നി സ്റ്റോണിനുള്ളൊരു പ്രധാന റിസ്ക് ഫാക്ടറാണ്. അതെന്തുകൊണ്ടാണ്? കാരണം നമ്മൾ കൂടുതൽ ഉപ്പ് കഴിക്കുമ്പോൾ ശരീരം അത് പുറന്തള്ളാൻ ശ്രമിക്കും. അതിന്റെ കൂടെ മൂത്രത്തിലൂടെ പുറത്തുപോകുന്ന കാൽഷ്യത്തിന്റെ അളവും കൂടും. ഓ, കാൽഷ്യം കൂടുതൽ പുറത്തു പോകും. അതെ. ഇതിനെ കാൽസിയൂറിയ എന്നതറിയും. മൂത്രത്തിൽ കാൽഷ്യം കൂടിയാല് പിന്നെ കല്ലുണ്ടാകാനുള്ള സാധ്യതയും കൂടുമല്ലോ. ശരിയാണ്. അപ്പോ എത്രത്തോളം കുറയ്ക്കണം? നമ്മൾ സാധാരണ കഴിക്കുന്ന ഉപ്പൊക്കെ ഇതിലും കൂടുതലായിരിക്കും. ഉറപ്പായും. ഗൈഡ് പറയുന്നത് ഒരു ദിവസം 2300 മില്ലിഗ്രാം സോഡിയത്തിൽ താഴെ നിർത്താനാണ്. അത് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാണ്. 1 ടീസ്പൂൺ? അതെ. ഇനി നിങ്ങൾക്ക് നേരത്തെ കല്ല് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധ്യത കൂടുതലുണ്ടെങ്കിൽ, ഇത് 1500 മില്ലിഗ്രാമായി കുറയ്ക്കുന്നത് ഇന്നും നല്ലതാണ്. ഇതെങ്ങനെ പ്രാവർത്തികമാക്കും? വീട്ടിൽ ഉപ്പ് കുറയ്ക്കുന്നതിന് പുറമേ ഏറ്റവും പ്രധാനം ഈ പുറത്തുനിന്ന് വാങ്ങുന്ന പ്രോസസ്ഡ് ഫുഡ്സ് ഉണ്ടല്ലോ. പാക്കറ്റ് ഫുഡ്സ്. അതെ. ടിന്നിലടച്ച സൂപ്പുകൾ, സോസുകൾ, ഫാസ്റ്റ് ഫുഡ്, ചിപ്സ്, പിന്നെ നമ്മുടെ അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, ഇതിലൊക്കെ ഒരുപാട് ഉപ്പുണ്ടാവും. ശരിയാണ്. അപ്പോ ഇതൊക്കെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നന്നായി കുറയ്ക്കുകയോ ചെയ്യുക. പിന്നെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ലേബൽ നോക്കുക. സോഡിയം കുറഞ്ഞത് നോക്കിയെടുക്കുക. വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ ഉപ്പിന് പകരം വേറെന്തുപയോഗിക്കാം? നല്ല ചോദ്യം. നാരങ്ങാനീര്, വിനാഗിരി, പിന്നെ ഈ ഹെർബ്സ് ഇല്ലേ, ഒറിഗാനോ, തൈം പോലുള്ളവ. പിന്നെ കുരുമുളക്, ഏലക്കായ പോലുള്ള മറ്റു മസാലകൾ. ഇതൊക്കെ രുചി കൂട്ടാൻ ഉപ്പിന് പകരം ഉപയോഗിക്കാം. നല്ല ഐഡിയ. അപ്പോ ഉപ്പ് കുറയ്ക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊന്നാണ് പ്രോട്ടീൻ, അല്ലേ? പ്രത്യേകിച്ച് മൃഗപ്രോട്ടീൻ. അതെ. ഇറച്ചി, ചിക്കൻ, മീൻ, മുട്ട, ഇതൊക്കെ. ഇതിന്റെ അമിതോപയോഗം എങ്ങനെയാണ് കല്ലിന് കാരണമാകുന്നത്? അമിതമായാൽ പ്രശ്നമാണ്. കാരണം ഈ മൃഗപ്രോട്ടീൻ ദഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് കൂടും. ഓക്കെ. ഇത് യൂറിക് ആസിഡ് കല്ലുകൾക്കും കാരണമാകാം, കാൽഷ്യം കല്ലുകൾക്കും ഒരു ഘടകമാകാം. പിന്നെ ഇത് മൂത്രത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കൂട്ടും. വീണ്ടും കാൽഷ്യം കൂടുന്നു. അതെ. അതുപോലെ കല്ലുകളെ പ്രതിരോധിക്കുന്ന സിട്രേറ്റിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടെ കല്ലുണ്ടാകാനുള്ള സാധ്യത കൂട്ടും. അപ്പോൾ പ്രോട്ടീൻ കഴിക്കണ്ട എന്നാണോ? അല്ലല്ല, പ്രോട്ടീൻ വേണം ശരീരത്തിന്, പക്ഷേ അളവ് നിയന്ത്രിക്കണം. എത്രത്തോളം? ഗൈഡ് പറയുന്നത്
ഒരു നേരം കഴിക്കുന്ന ഇറച്ചിയോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അളവ് ഏകദേശം ഒരു ചീട്ട് കെട്ടില്ലേ അതിന്റെ വലിപ്പത്തിൽ നിർത്തുക. ഒരു ഡെക്ക് ഓഫ് കാർഡ് സൈസ്. അതെ. പിന്നെ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും അല്ലെങ്കിൽ കുറച്ചു തവണയെങ്കിലും പയറ്, കടല, പരിപ്പ്, ടോഫു, ക്വിനോവ പോലുള്ള പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ കഴിക്കുന്നത് നല്ലതാണ്. ഒരു ബാലൻസ് കൊണ്ടുവരാൻ. അതെ, ഒരു സന്തുലിതാവസ്ഥ. ശരി. ഇനി അടുത്ത വില്ലൻ പഞ്ചസാര. മധുരം എങ്ങനെയാണ് കല്ലുമായി ബന്ധപ്പെടുന്നത്? ചില പഠനങ്ങൾ പറയുന്നത് പഞ്ചസാര, പ്രത്യേകിച്ച് ഈ ഫ്രക്ടോസ് പഴങ്ങളിലും തേനിലുമൊക്കെയുള്ളത്, പിന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ചേർത്ത പാനീയങ്ങൾ, കോളകളിലൊക്കെയുള്ളത്. അതെ, ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നത് മൂത്രത്തിൽ കാൽസ്യം, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് ഇതിന്റെയൊക്കെ അളവ് കൂട്ടുമെന്നാണ്. ഓ, ഇതും പ്രശ്നമാണല്ലേ? അതെ, ഇതും കല്ലുണ്ടാകാനുള്ള സാധ്യത കൂട്ടാം. അതുകൊണ്ട് മധുരപാനീയങ്ങൾ, ജ്യൂസുകൾ, പാക്കറ്റ്, മിഠായി, കേക്ക്, മറ്റു മധുര പലഹാരങ്ങളൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. ദാഹിക്കുമ്പോൾ വെള്ളം അല്ലെങ്കിൽ നാരങ്ങ വെള്ളം. അതെ, അല്ലെങ്കിൽ മോരും വെള്ളം, അതൊക്കെയാണ് നല്ലത്. ഓക്കെ. അപ്പോൾ ഭക്ഷണത്തിലെ പ്രധാന കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. വെള്ളം ധാരാളം, കാൽസ്യം ആവശ്യത്തിന്, ഓക്സലേറ്റ് മിതമായി, ഉപ്പ് നന്നായി കുറയ്ക്കുക, മൃഗപ്രോട്ടീൻ നിയന്ത്രിക്കുക, പഞ്ചസാര കുറയ്ക്കുക. ശരിയാണ്. ഇനി ജീവിതശൈലി. ഡയറ്റ് മാത്രം മതിയോ, അതോ ലൈഫ് സ്റ്റൈലും പ്രധാനമാണോ? ലൈഫ് സ്റ്റൈലും ഒരുപോലെ പ്രധാനമാണ്. ഡോക്ടർ വർഗീസിന്റെ ഗൈഡിലും ഇതിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിലാദ്യത്തേത് ആരോഗ്യകരമായ ശരീരഭാരം. അമിതവണ്ണവും പെട്ടെന്ന് വണ്ണം വെക്കുന്നതും കിഡ്നി സ്റ്റോണിനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ തടി കുറയ്ക്കണോ? ആരോഗ്യകരമായ ഒരു ഭാരം ലക്ഷ്യം വെക്കണം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്ന ക്രാഷ് ഡയറ്റുകൾ ചെയ്യരുത്. ഓ, അത് പാടില്ല. അത് ചിലപ്പോൾ ശരീരത്തിലെ കെമിസ്ട്രി മാറ്റിയിട്ട് കല്ലുണ്ടാക്കാൻ വരെ കാരണമായേക്കാം. പതിയെ നല്ല ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഭാരം നിയന്ത്രിക്കുന്നതാണ് ശരി. വ്യായാമത്തിന്റെ കാര്യം പറഞ്ഞോ? വ്യായാമം നല്ലതാണ്. പക്ഷെ കല്ലിന്റെ കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. കറക്റ്റാണ്. വ്യായാമം മൊത്തത്തിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ വ്യായാമം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ, നമ്മൾ നന്നായി വിയർക്കും. അതെ. അപ്പോ ശരീരത്തിലെ വെള്ളം ഒരുപാട് നഷ്ടപ്പെടും. ഇത് മൂത്രം വീണ്ടും കോൺസെൻട്രേറ്റഡ് ആകാൻ, കട്ടിയാകാൻ കാരണമാകും. കല്ലുണ്ടാവാനുള്ള സാധ്യത കൂട്ടും. അപ്പോ എന്ത് ചെയ്യണം? വ്യായാമം ചെയ്യുന്നതിനു മുൻപും ചെയ്യുന്ന സമയത്തും ശേഷവും ധാരാളം വെള്ളം കുടിക്കണം. നഷ്ടപ്പെടുന്ന ജലാംശം തിരികെ ശരീരത്തിൽ എത്തിക്കണം. ഇല്ലെങ്കിൽ വ്യായാമം ഗുണത്തേക്കാൾ ദോഷം ചെയ്യും ഈ കാര്യത്തിൽ. ശരി. അപ്പോ വെള്ളം കൂടി അവിടെയും പ്രധാനമാണ്. വളരെ പ്രധാനം. ഭക്ഷണവും വ്യായാമവും പോലെ നമ്മുടെ മാനസികാരോഗ്യത്തിനും ഇതിൽ പങ്കുണ്ടോ? ഈ സ്ട്രെസ്സൊക്കെ നേരിട്ട് കല്ലുണ്ടാക്കില്ലായിരിക്കാം, പക്ഷേ സ്ഥിരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, സ്ട്രെസ് ഒക്കെ പരോക്ഷമായി ബാധിക്കാം. എങ്ങനെ? സ്ട്രെസ് കൂടുമ്പോൾ ചിലർക്ക് ഈ സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടാവാം. എന്തെങ്കിലും വാരി വലിച്ചു കഴിക്കുക. അനാരോഗ്യകരമായത്. അതെ, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ മറന്നുപോകും. ഇതൊക്കെ നമ്മൾ ഈ കല്ല് വരാതിരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരാണല്ലോ. ശരിയാണ്. അതുകൊണ്ട് യോഗ, ധ്യാനം അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക, നന്നായി ഉറങ്ങുക, ഇതൊക്കെ വഴി സ്ട്രെസ് കുറയ്ക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും കല്ല് തടയുന്നതിനും നല്ലതാണ്. അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വെള്ളം, ഭക്ഷണം, വ്യായാമം, ശരീരഭാരം, മാനസിക സമ്മർദ്ദം, ഇവയെല്ലാം ചേരുമ്പോഴാണ് ഒരു മാറ്റം വരുന്നത്. അതെ, ഇതിലെ ഏറ്റവും പ്രധാന വാക്ക് സ്ഥിരതയാണ്. കൺസിസ്റ്റൻസി. ഇതൊരു താൽക്കാലിക ഡയറ്റ് അല്ല. അല്ലല്ല, ഇത് കുറച്ചു നാളത്തേക്ക് ചെയ്തിട്ട് നിർത്താനുള്ളതല്ല. ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. അപ്പോഴാണ് കിഡ്നി സ്റ്റോണിനെ ശരിക്കും പ്രതിരോധിക്കാൻ പറ്റുക. അപ്പോ ഡോക്ടർ അഖിൽ വർഗീസിന്റെ ഗൈഡിൽ നിന്നുള്ള പ്രധാന നിർദ്ദേശങ്ങൾ നമ്മൾക്ക് വ്യക്തമായി. ഒന്നുകൂടി ഓർത്താൽ, ധാരാളം വെള്ളം കുടിക്കുക, മൂത്രം തെളിഞ്ഞ നിറത്തിലാകുന്നതുവരെ. ശരി. ഭക്ഷണത്തിൽ കാൽഷ്യം ഉറപ്പാക്കുക, ഒഴിവാക്കരുത്. ഓക്സലേറ്റ് മിതമാക്കുക. ഉപ്പ്, മൃഗപ്രോട്ടീൻ, പഞ്ചസാര എന്നിവ നന്നായി കുറയ്ക്കുക. അതെ. ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക. വ്യായാമം ചെയ്യുമ്പോൾ വെള്ളം കുടിക്കാൻ മറക്കരുത്. പിന്നെ സ്ട്രെസ് നിയന്ത്രിക്കുക. ഓർക്കേണ്ട ഒരു കാര്യം, വ്യക്തിപരമായ ഉപദേശത്തിന് എപ്പോഴും നിങ്ങളുടെ ഡോക്ടറെയോ ഒരു ഹെൽത്ത് എക്സ്പേർട്ടിനെയോ കാണണം. അത് മറക്കരുത്. പൊതുവായ അറിവും വ്യക്തിപരമായ ശ്രദ്ധയും ചേരുമ്പോഴാണ് ഏറ്റവും നല്ല ഫലം കിട്ടുക.
ശരിയാണ്. പോകുന്നതിന് മുൻപ് ഒരു ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കട്ടെ. നമ്മൾ ഈ ഗൈഡ് അനുസരിച്ച് പ്രധാനമായും ഭക്ഷണത്തെയും വ്യായാമത്തെയുമാണ് ഫോക്കസ് ചെയ്തത്, അല്ലേ? അതെ. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജോലി സാഹചര്യം ഇപ്പോൾ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണോ അതോ ഒരുപാട് യാത്ര ചെയ്യേണ്ട ആളാണോ? നിങ്ങളുടെ ഉറക്കത്തിന്റെ രീതികൾ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ, ഇതുപോലുള്ള മറ്റ് ഘടകങ്ങൾ ഈ കല്ലുകൾ ഉണ്ടാകുന്നതിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ടാകാം? അത് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ പൊതുവായ തത്വങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ കുറച്ചുകൂടി ഭംഗിയായി ഫലപ്രദമായി ക്രമീകരിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് ഒരുപക്ഷേ ഇതിലും നല്ല റിസൾട്ട് തന്നേക്കാം. നല്ലൊരു പോയിന്റാണ്. വൃക്കയിലെ കല്ലുകൾ തടയുന്നതിനെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ അറിയാൻ ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി. നന്ദി. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.